ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് വീണ്ടും നമ്മുടെ സ്നാക്സ് റെസിപ്പി തന്നെയാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും സ്നാക്സ് ആയിരിക്കും ഉണ്ടാക്കാനായിട്ടും താല്പര്യം. എവിടെ അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ചക്കക്കുരുവില്ലേ, ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു 5-6 ചക്കക്കുരും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഇതിൽ ഞാൻ ഓയിലൊന്നും അധികം ചേർക്കുന്നില്ല. ഓയിൽ ഫ്രീ എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ചക്കക്കുരുവിൽ അധികം പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ്. അത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. എന്തിനാ വെറുതെ കടയിൽ നിന്ന് ബിസ്ക്കറ്റും കട്ട്ലറ്റുകളും ഒക്കെ മേടിച്ച് കൊടുക്കണേ? ഇത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വെന്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ചക്കക്കുരു ഉടഞ്ഞിട്ട് ഇച്ചിരി പാടാണ്, എന്നാലും മാക്സിമം അത് ഉടച്ച് നന്നായിട്ട് എടുക്കുക. അതിലേക്ക് ഞാനൊരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ കായപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. കായപ്പൊടി എപ്പോഴും നല്ലതാണ്, ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഇല്ലാതിരിക്കും കേട്ടോ. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി. ഇത് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇട്ടത് ഗരം മസാലയാണ്. കാശ്മീരി മുളക് പൊടി ഉള്ളവർക്ക് അതിടാം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ബ്രെഡില്ലേ, അത് പൊടിച്ചതാണ്. അപ്പോൾ ഒത്തിരി മയം കിട്ടും, നമുക്ക് ഉരുട്ടാനും ഈസി ആയിരിക്കും. അതെല്ലാം ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴയ്ക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നില്ല, കാരണം നമ്മൾ വേവിച്ച ആ ഉരുളക്കിഴങ്ങിൻ്റെയും ചക്കക്കുരുവിൻ്റെയിലൊക്കെ വെള്ളം കാണും. നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. ആ ഗ്യാപ്പിൽ ഞാനൊരു ചപ്പാത്തി തവയില്ലേ, അത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അവിടെ ഇരുന്ന് ചൂടാവട്ടെ. എന്നിട്ട് ഞാനിവിടെ ചേർക്കുന്നത് 1 സ്പൂൺ നെയ്യാണ്. അങ്ങനെ പാത്രം അടുപ്പി വെച്ചു. പിന്നെ ആ ഗ്യാപ്പിൽ കൂടെ ഞാൻ നമ്മുടെ മിക്സ് ഓരോരോ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയോ, റൗണ്ടിന് അങ്ങനെയോ, സ്റ്റാർ ഷേപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് റൗണ്ട് ഷേപ്പിലും സ്റ്റാർ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. ഇതും നമ്മുടെ എഗ്ഗിൻ്റെയോ അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെയോ മൈദയുടെയോ ഒന്നും ബാറ്ററിൽ മുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ ഒഴിച്ച നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ബാറ്ററിലും മുക്കിയിട്ടില്ല, പക്ഷെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ചെറിയ തീയിൽ തന്നെ മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, പൊടിഞ്ഞൊന്നും പോകില്ല. പിന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് മറു സൈഡിലോട്ടായി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് പൊട്ടത്തില്ല, അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കട്ട്ലറ്റിനെക്കാട്ടി ടേസ്റ്റ് ഇത് തന്നെയാണ്. ഹെൽത്തി ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you all.